Next, issue of debentures other than cash. 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 So issue of debentures other than cash എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ചില സമയത്ത് നമ്മൾ ഒരു അസറ്റ് വാങ്ങിയിട്ട് ആ അസറ്റിനുള്ള തുക നമ്മൾ കൊടുക്കാനുള്ള തുകയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അതർ ദാൻ ക്യാഷ്. സോ അതിൽ ബാങ്ക് അക്കൗണ്ടോ ക്യാഷ് അക്കൗണ്ടോ വരൂല. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് എൻട്രി വേണം. സോ ദാറ്റ് ഈസ് അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സൺട്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഫസ്റ്റ് എൻട്രി എന്താ? അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സൺട്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു വെൻഡേഴ്സ്. സൺട്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു വെൻഡേഴ്സ്, അതായത് ആരാണോ നമുക്ക് തന്നത് ആ വ്യക്തിയുടെ പേര്. അതിനുശേഷം അയാൾക്ക് എന്ത് കൊടുക്കണം? വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബെഞ്ചർ അക്കൗണ്ട്, അയാൾക്ക് ഡിബെഞ്ചർ കൊടുക്കുക. ഇതാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അതർ ദാൻ ക്യാഷ്. ക്യാഷിന് പകരം ഡിബെഞ്ചർ കൊടുക്കുക. ഓക്കെ, അപ്പൊ രണ്ട് എൻട്രികൾ ഏതായിരിക്കും? ഒന്ന് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എൻട്രി, സൺട്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു വെൻഡേഴ്സ് അക്കൗണ്ട്, വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, എഴുതിക്കോ. അതിൽ തന്നെ പാറും പ്രീമിയം ഒക്കെ വരും. പ്രീമിയത്തിൽ ചെയ്യാം, പാറിൽ ചെയ്യാം, ഡിസ്കൗണ്ടിൽ ചെയ്യാം. ഓക്കെ, സോ ഒരു പ്രോബ്ലം എഴുതിക്കോ. O Limited purchased the food. O Limited purchased പൊതിച്ചോറ. O Limited purchased building worth. O Limited purchased building worth 1,20,000. 1,20,000 and plant and machinery worth 1 lakh and plant and machinery worth 1 lakh from D Limited for a purchase consideration of 2 lakh. For a purchase consideration of 2 lakh. To be paid by issue of 2,000 12% debentures, issue of 2,000 12% debentures of 100 each. Show necessary journal entries. So show necessary journal entries. Show necessary journal entries. So എന്താണ് സംഭവിക്കുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറിയും ബിൽഡിങ്ങും ആണ് അവർ വാങ്ങുന്നത്. സോ ബിൽഡിംഗ് ഇസ് ദർ ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇസ് ദർ. ബിൽഡിങ്ങിന്റെ വില 1,20,000 വിലയല്ല, വാല്യൂ. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ 1 lakh ആണ്. പക്ഷെ ഇവരിത് പർച്ചേസ് ചെയ്യുന്നത് 2 ലക്ഷം രൂപയ്ക്കാണ്. ഇതിന്റെ ടോട്ടൽ 2,20,000 ഉണ്ട്. ഓക്കെ, 2 ലക്ഷം രൂപയ്ക്കാണ്. ഈ 2 ലക്ഷം രൂപ കൊടുക്കുന്നത് എങ്ങനെയാണ്? 2,000 100 rupee ഡിബെഞ്ചർ കൊടുത്തിട്ടോ. ഓക്കെ, സോ ഫസ്റ്റത്തെ എൻട്രി എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്. ഡെപ്റ്റർ ടു വെൻഡേഴ്സ്. ആ വെൻഡർ ആരാ? ഡി ലിമിറ്റഡ് അക്കൗണ്ട്. ഓക്കെ,
രണ്ടാമത്തെ എൻട്രി എന്താ? ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ എൻട്രി എന്താ? പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രോഫിറ്റ് വരും? നൗ ഇവിടെ വരുന്ന ബാലൻസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. സോ ഇവിടെ എത്ര? പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് 1 lakh, ബിൽഡിംഗ് ഈസ് 1,20,000, ഡീലിമിറ്റഡിന് കൊടുക്കാനുള്ളത് 2 lakh, ആൻഡ് ദ റെസ്റ്റ് ഷുഡ് ഗോ ടു ക്യാപിറ്റൽ റിസർവ്. ക്ലിയർ? കാരണം ഇതിന് ഈ വാല്യൂവിൽ ഇട്ടേ പറ്റുള്ളൂ. നമുക്ക് 1 ലക്ഷമായിട്ട് കാണിക്കാൻ പറ്റൂല അത്. കാരണം നമ്മൾ വാല്യൂ ചെയ്യുന്നത് അതിന് അത്രയ്ക്കാണ്. സോ അതിന് നമ്മൾ അതേ വാല്യൂവിൽ ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ആയിരിക്കില്ല ഡീലിമിറ്റഡിന് കൊടുക്കാൻ. സോ 2 lakh ഇവിടെ വരുമ്പോൾ ബാലൻസ് ഷുഡ് ഗോ ടു ക്യാപിറ്റൽ റിസർവ്. രണ്ടാമത്തെ എൻട്രി എന്താ? ഡീലിമിറ്റഡിനോട് കൊടുക്കണം. സോ ഡീലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് 2 lakh. दो बिल्डिंग എഴുതിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഡിബഞ്ചർ ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. ഡിബഞ്ചർ ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. ഡിബഞ്ചർ ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി. കൊളാറ്ററൽ സെക്യൂരിറ്റി. Now എന്താ ഡിബഞ്ചർ ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ എന്തിനാണ് ഈ ഫാന്? വേണ്ട. ഡിബഞ്ചർ ഇഷ്യൂഡ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്താണത്? അതായത് ഒരു ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ ഡിബഞ്ചർ കൊളാറ്ററൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും എൻട്രി? ഇതാണ്. സോ എങ്ങനെയാ വരിക? സോ ലോണിന് വേണ്ടി നമ്മൾ കൊളാറ്ററൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട്. എന്താണ്? ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ലോണിന് വേണ്ടി കൊളാറ്ററൽ വെക്കുമ്പോൾ. ഇനി ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ റിവേഴ്സ് എൻട്രി, ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട്. സോ ലോൺ എടുക്കുന്ന സമയത്ത് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ലോൺ തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട്. ഡിബഞ്ചർ എടുത്തപ്പോ ഉണ്ടായിരുന്നോ? ഇല്ല, പാഠം മാറി.
ലോൺ എടുക്കുന്ന സമയത്ത് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ലോൺ തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ Z Limited secured an overdraft. Z Limited secured an overdraft of 50,000 from a bank by issuing 612% debentures of 100 each. 612% debentures of 100 each as collateral security. Show journal entries and prepare balance sheet. Show journal entries and prepare balance sheet. നമ്മൾ കൊളാട്രൽ വെക്കുന്നത് അങ്ങനെ തന്നെയല്ലേ. വസ്തുവിന്റെ വാല്യൂ അതിനേക്കാളും മുകളിലുണ്ടെങ്കിലല്ലേ നമ്മൾ കൊളാട്രൽ വെക്കുള്ളൂ, അല്ലാതെ അതേ വാല്യൂ ഉള്ളത് വെക്കൂലല്ലോ. 60,000 ഇടേണ്ടത്, എൻട്രിയിൽ 60,000 ഉണ്ട്. നമ്മളുടെ അടുത്ത് എത്ര വസ്തുവാണ് നമ്മൾ പണയം വെച്ചിട്ടുള്ളത്, അതാണ് എൻട്രി. ഓവർ ഡ്രാഫ്റ്റ് കിട്ടുമ്പോൾ പൈസ വരുന്നതോ ബാങ്കിന്റെ എൻട്രി ഒന്നും നമ്മൾ ഇടുന്നില്ല, ലോണിന്റെ എൻട്രിയോ അതൊന്നും നമ്മൾ ഇടുന്നില്ല. പണയം വെച്ചതിന്റെ എൻട്രിയാണ്. ബാലൻസ് ഷീറ്റ് എവിടെ ഇരുന്നു? പനിയോ ഒരു ദിവസമോ എത്ര, 2 ദിവസമോ 3 ദിവസം, എത്ര ദിവസം? ഡിബെഞ്ചറോ എന്താ, എന്തായിരുന്നു എൻട്രി? ഡിബെഞ്ചർ ഇവിടെ വരും, ഡിബെഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഇവിടെ വരും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ വരും, ക്യാഷ് ബാലൻസ് ഇവിടെ വരും. എങ്ങനെ ബാലൻസ് ഷീറ്റ് വരിക? ബാലൻസ് ഷീറ്റിൽ എന്താ വരിക?
ഡിബഞ്ചർ ഓൾറെഡി ഇഷ്യൂ ചെയ്തു 60,000 രൂപ. ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അതിലേക്കാണ് പോയിട്ടുള്ളത് 60,000 രൂപ. ഡിബഞ്ചർ കൊടുത്തിട്ട് നമ്മൾ എടുത്തത് എന്താ? ദാറ്റ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് വിച്ച് ഈസ് എ ലയബിലിറ്റി 50,000 രൂപ. അതായത് ആ 50,000 രൂപ എടുത്തത് നമ്മൾ ക്യാഷ് ആക്കിയിട്ടുണ്ടാവുമല്ലോ. സോ ക്യാഷ് ഈസ് 50,000. തിരിച്ചടച്ചിട്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. Interest on debentures. അതായത് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ ആൾക്കാർ പൈസ തരുന്നുണ്ട്. ആ പൈസ തരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡാണ് എന്ത്? ഇൻട്രസ്റ്റ്. സോ എല്ലാ സെഗ്മെന്റുകളിലും ഇൻട്രസ്റ്റ് അടക്കണം. നൗ ഇത് നോർമലി അക്കൗണ്ടിങ് അല്ല, ബട്ട് കുറെ ടേംസ് ഉണ്ട്. സോ ഡിബെഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ കമ്പോണൻസ് ഉണ്ട്. നൗ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ദർ ഈസ് എ പ്രോവിഷൻ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ബൈ TDS. TDS ഡിഡക്ട് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. സോ ഈ രണ്ട് കമ്പോണന്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ? ഇറ്റ് ഈസ് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇവിടുത്തെ എൻട്രി എന്താ? ദാറ്റ് ഈസ് ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ഈ രണ്ടെണ്ണാണ് ഇവിടെ എൻട്രി വരിക. സോ ഈ എൻട്രി വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമ്പൈൻ എൻട്രി ആയിട്ട് ഇടാം. അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് കൊടുക്കേണ്ടത് 10,000 രൂപയാണ് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്. ഇതിൽ 10% TDS പിടിക്കും. സോ 10,000ന്റെ 10% ഈസ് 1000. 9,000 ആണ് ഞാൻ ഡിബെഞ്ചർ ഹോൾഡർ കൊടുക്കുക, 1000 ഞാൻ ഇൻകം ടാക്സിലേക്ക് വിടുക. സോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മളുടെ എൻട്രിയിൽ ഇറ്റ് വിൽ ബി ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. സോ ഇവിടെ 9,000 വരും, ഇവിടെ 1,000 വരും, ആൻഡ് ഇവിടെ 10,000 വരും. ക്ലിയർ? ഇങ്ങനെ ഇടും. ഇനി എന്താ? ഈ സ്റ്റെപ്പിന് ശേഷം നമ്മള് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഈ വ്യക്തിക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 9,000. ഇതിനുശേഷം നമ്മൾ ഇൻകം ടാക്സ് ഗവൺമെന്റിന് കെട്ടണം. സോ ഇറ്റ് ഈസ് ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 1000. ഇതിനുശേഷം P&L നമ്മൾ ഇൻട്രസ്റ്റിനെ മാറ്റണം. സോ ഇറ്റ് ഈസ് P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട്. എത്രയാ? 9,000. ക്ലിയർ? ക്ലിയർ ആണോ? ഇത്ര എൻട്രീസ് ആണ് വരിക ഡിബെഞ്ചർ ഇൻട്രസ്റ്റില്. സോ ഫസ്റ്റത്തെ എൻട്രി എന്താ? ഇൻട്രസ്റ്റിനെയും ടാക്സിനെയും ക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. നൗ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് അത് പേ ചെയ്യും, ഇൻകം ടാക്സും പേ ചെയ്യും. ദെൻ
ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ ഡിബെഞ്ചർ ഇൻട്രസ്റ്റിനെ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോറി, എന്താ ഒരു മിനിറ്റ്, ഇത് ചെറിയൊരു ഇതുണ്ട്. അതായത് ഇവിടെ ഇത് ഇൻകം ടാക്സ് പേയബിൾ ഇല്ലേ, ഇത് ക്രെഡിറ്റ് സൈഡിൽ വരും. എങ്ങനെയാന്ന് വെച്ചാൽ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് 10,000, ഇൻകം ടാക്സ് പേയബിൾ ഈസ് 1,000 ആൻഡ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇറ്റ് വിൽ ബി 9,000. ഇങ്ങനെയാണ് വരിക. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്യണത് 9,000 കൊടുക്കുന്നുള്ളൂ. നൗ ഇൻകം ടാക്സ് പേയബിൾ എന്ന് നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കും, ദാറ്റ് ഈസ് 1,000. ഇവിടെ വരുന്നത് 10,000 ആണ്. ഓക്കെ, കാരണം ഇൻട്രസ്റ്റ് എത്ര? 10,000 ആണ്. ഓക്കെ, എൻട്രി എഴുതുക. ആറ് റാഷിയോ എന്തേ? ഓക്കെ,
Problem. Z Limited has issued, Z Limited had issued 2 lakh 10 percentage debentures, 2 lakh 10 percentage debentures, 2 lakh 10 percentage debentures on which interest is paid half yearly, on which interest is paid half yearly on 30th September and 31st March, on 30th September and 31st March. Show the necessary journal entries relating to debenture interest for the year ended 31st March 2014, where the 2014, where the TDS and interest is 10 percentage, where the TDS and interest is 10 percentage, where the TDS and interest is 10 percentage. Fluctuating. ഇതൊക്കെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഡിബെഞ്ചറിന്റെ പുറത്തുള്ള discount. Okay. ചെയ്തു
എൻട്രികൾ പറയൂ. സെയിം സാധനം. ക്വസ്റ്റ്യൻ നേരെ വായിക്കി. ഹാഫ് ഇയറിലാണ് ഇൻട്രസ്റ്റുകൾ കൊടുക്കുന്നത്. 2 വട്ടം എൻട്രികൾ ഇടേണ്ടി വരും. 10,000 വെച്ചിട്ട് അല്ലേ? ക്വസ്റ്റ്യൻ അതല്ലേ പറയുന്നത്. ഹാഫ് ഇയേഴ്സിലാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. അതായത് 31 മാർച്ചിലും സെപ്റ്റംബറിലും 30 സെപ്റ്റംബറിലും 31 മാർച്ചിലുമാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് എന്നാണ് പറയണത്. ഫസ്റ്റത്തെ എൻട്രി അല്ല, എല്ലാ എൻട്രിയും 2 വട്ടം വരും. സോ കമ്പനി എന്താ ചെയ്യണത്? കമ്പനിയുടെ കയ്യിൽ എത്ര ഡിബഞ്ചർ? 2 ലക്ഷം. 2 ലക്ഷം ഡിബഞ്ചർ ഉണ്ട്. അറ്റ് ദ റേറ്റ് ഓഫ് അല്ല, അതൊരു ഇൻട്രസ്റ്റ് റുപ്പീസാണ് 2 lakh. ഓക്കെ. സോ ഇവിടുത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20,000 ആണ്. ഈ 20,000-നെ 2 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് 30th സെപ്റ്റംബറിനും ഒന്ന് 31 മാർച്ചിനും. സോ 30th സെപ്റ്റംബറിൽ ഒരു സെറ്റ് ഓഫ് എൻട്രി ഉണ്ടാവും. അതെന്തൊക്കെയാണ്? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. സോ ഇത് വരുന്നത് 10,000 അല്ലേ? 10,000, 1000 ആൻഡ് 9,000. ഓക്കെ. രണ്ടാമത്തെ എൻട്രി നമ്മൾ എന്താ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് കൊടുക്കുകയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 9,000. Then IT payable account debtor to bank 1,000. ഇങ്ങനെയല്ലേ വരിക? ഈ സെറ്റ് ഓഫ് എൻട്രീസ് എവിടെ കൂടെ റിപ്പീറ്റ് ചെയ്യും? 31 മാർച്ചിലും റിപ്പീറ്റ് ചെയ്യും. പക്ഷെ P&L-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വർഷത്തിന്റെ അവസാനം മാത്രമാണ്. സോ ദാറ്റ് ഈസ് P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 20,000. എഴുതിയാ? എഴുതിയോ? 10,000, 20,000 കൊടുക്കണ്ടേ? ലാസ്റ്റ് ആണ്, ഒരു വർഷത്തിന്റെ അവസാനമാണ് ട്രാൻസ്ഫർ. ഹലോ,
Okay. Next, write-off of discount on issue of debentures. 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 ഡിബെഞ്ചേഴ്സ് നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എൻട്രീസ് എന്തായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ആണോ? അല്ല, ഡിബെഞ്ചേഴ്സ് അലോട്ട്മെന്റ് ഓർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അല്ലേ? എന്താ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഡിസ്കൗണ്ട് തന്നെയാണ്. 90. Now, debenture allotment or application account debtor E 90, then discount on issue of debentures account 10 to debentures account. അങ്ങനെയാണല്ലോ എൻട്രി. സോ ഇവിടെ വെറുതെ ഒരു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് വരുന്നുണ്ട്, അത് ബാലൻസ് ഷീറ്റിൽ ഒരു ഫിക്റ്റീഷ്യസ് അസറ്റായി കറണ്ട് അസറ്റിൽ കാണിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനെ നമ്മൾ എഴുതി തള്ളണം. എല്ലാ ഫിക്റ്റീഷ്യസ് അസറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം? എഴുതി തള്ളണം. ഞാൻ എഴുതി തള്ളേണ്ടത് എങ്ങനെയാണ്? ഡിബെഞ്ചറിന്റെ കാലാവധി അനുസരിച്ചിട്ട് ഓരോ വർഷവും നമ്മൾ എഴുതി തള്ളണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് 10 റുപ്യാണ്, 10 കൊല്ലത്തിനാണ് ഡിബെഞ്ചർ എങ്കിൽ 2 മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫിക്സഡ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആസ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. നോ ഫിക്സഡ് മെത്തേഡ് എന്താ പറയണത്? ഫിക്സഡ് മെത്തേഡ് പറയണു നിങ്ങൾ എല്ലാ വർഷവും അതിന്റെ പ്രപ്പോർഷൻ എഴുതി തള്ളുക. അതായത് 10 കൊല്ലാണെങ്കിൽ ഓരോ വർഷവും 1 രൂപ നിങ്ങൾ എഴുതി തള്ളണം. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലേക്ക് നമുക്ക് പോവാം. ആദ്യം ഫിക്സഡ് മെത്തേഡ്. ഓക്കെ, നൗ ഫിക്സഡ് മെത്തേഡിൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആയാലും ജേർണലിന്റെ എന്താണ്? P&L account debtor to discount on issue of debentures. P&L account debtor to discount on issue of debentures ആണ് എന്ത് വരിക? എഴുതി തള്ളതിന്റെ എൻട്രി. ഓക്കെ, റൈറ്റിംഗ് ഓഫ് എന്റെ എൻട്രി എന്താ? P&L account debtor to discount on issue of debentures. P&L account debtor to discount on issue of debentures. ഓക്കെ, എന്നിട്ട് അതിൽ ഫിക്സഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിൽ പറയാ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് റിട്ടേൺ ഓഫ് ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ്, റിട്ടേൺ ഓഫ് ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ്. ഫിക്സഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഫിക്സഡ് മെത്തേഡ് എന്ന് എഴുതിയിട്ട് അടിയിൽ എഴുതുക റിട്ടേൺ ഓഫ് ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ്, റിട്ടേൺ ഓഫ് ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഡ്യൂറിംഗ് ദ ലൈഫ് സ്പാൻ ഓഫ് ഡിബെഞ്ചേഴ്സ്. During the lifespan of debentures. During the lifespan of debentures. During the lifespan of debentures. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ എഴുതുക. N limited issued 1000 12% debentures of 12% debentures of 100 each at a discount of 10%. The debenture period is 5 years. Give necessary journal entries. 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 എൻട്രി ഇടണതല്ല അവിടെ പ്രശ്നം,
അവിടെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. എല്ലാ എൻട്രി ഇടണം. ബാങ്കിൽ കളക്ട് ചെയ്തതും ഡിസ്കൗണ്ടിന്റെ എൻട്രിയും പ്ലസ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന എൻട്രി. എന്ത് 1,00,000 10%. $5,00,000. ഏ 2,000 വെച്ച് 5 കൊല്ലം അല്ല, എല്ലാ കൊല്ലത്തിലും. ആ മറ്റേതൊന്നും ഇല്ലല്ലോ. La, 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 la. ഈ 5 നമ്മൾ 5 തൊട്ട് അതെങ്ങനെ
ഇവരൊക്കെ ചോദിച്ചു 10,000 പോണ്ടേ? 10,000 5 വർഷമല്ല, 2,000 വീതം ചോദിച്ചു. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്? അതായത് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ബേസിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ഒഴിവാക്കേണ്ടത്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്? മീൻസ് ഡിസ്കൗണ്ട് ഈസ് റിട്ടേൺ ഓഫ് ഓൺ ദ ബേസിസ് ഓഫ് ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, സോ നമ്മളിപ്പോ ഈ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഡിബഞ്ചർ എത്രയായിരുന്നു? 1 lakh ആയിരുന്നു. നമ്മുടെ ഡിസ്കൗണ്ട് വാസ് 10,000 ആദ്യത്തെ വർഷം. ഇനി ഞാൻ പറയാണ്, ഇതില് 10,000 രൂപ എല്ലാ വർഷവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിബഞ്ചേഴ്സ് കൊടുത്തൊഴിവാക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോ രണ്ടാമത്തെ കൊല്ലത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് വിൽ ബി 90,000 അല്ലേ? മൂന്നാമത്തെ കൊല്ലത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് വിൽ ബി 80,000. നാലാമത്തെ കൊല്ലത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് വിൽ ബി 70,000. അഞ്ചാമത്തെ കൊല്ലത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് വിൽ ബി 60,000. ആറാമത്തെ കൊല്ലം 50. ഏഴാമത്തെ കൊല്ലം 40. എട്ടാമത്തെ കൊല്ലം 30. ഒമ്പതാമത്തെ കൊല്ലം 20. പത്താമത്തെ കൊല്ലം 10,000. അതോടെ തീർന്നില്ലേ? നൗ ഇതിന്റെ പ്രപ്പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? 1 lakh, 1,90,000, 270, 340, 450, 490, 520, 540, 550. 5,50,000 ആണല്ലോ. സോ ആദ്യത്തെ കൊല്ലത്ത് നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? 10,000 ഇൻറ്റു 1,00,000 ഡിവൈഡഡ് ബൈ 5.5 lakh ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ആണ് ആദ്യത്തെ വർഷത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ വർഷത്തിൽ 10,000 ഇൻറ്റു 90,000 ഡിവൈഡഡ് ബൈ 5.5 lakh. മൂന്നാമത്തെ വർഷത്തിൽ 10,000 ഇൻറ്റു 80,000 ഡിവൈഡഡ് ബൈ 5.5 lakh. നാലാമത്തെ വർഷം 10,000 ഇൻറ്റു 70,000 ഡിവൈഡഡ് ബൈ 5.5 lakh. അങ്ങനെ നമ്മൾ കൊടുത്തൊഴിവാക്കണതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ആദ്യത്തെ വർഷം 10,000 ആണ് നമ്മുടെ ഡിസ്കൗണ്ട്. 10,000 ഇൻറ്റു 1 lakh ഡിവൈഡഡ് ബൈ 5.5 lakh മൊത്തം കൂട്ടിയിട്ടുള്ള എമൗണ്ട്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 1,00,000 റുപ്യാണ് ഡിബഞ്ചർ. അതൊന്ന് 10,000 രൂപ വെച്ചിട്ട് ഓരോ 10,000 രൂപ വെച്ചിട്ട് ഓരോ വർഷവും ഡിബഞ്ചർ ഒഴിവാക്കുകയാണ്. ഡിസ്കൗണ്ട് അല്ല, ഡിബഞ്ചർ ഒഴിവാക്കുകയാണ്. ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് മൊത്തം ടോട്ടൽ ചെയ്യുക. ഫസ്റ്റത്തെ വർഷം 10,000 ഇൻറ്റു 1 lakh ഡിവൈഡഡ് ബൈ 5.5 lakh. രണ്ടാമത്തെ വർഷം 10,000 ഇൻറ്റു 90,000 ഡിവൈഡ് ബൈ 5.5 lakh. മൂന്നാമത്തെ വർഷം 10,000 ഇൻറ്റു 80,000 ഡിവൈഡ് ബൈ 5.5 lakh. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ആയിട്ട് P&L നിന്ന് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എഴുതുക. സെയിം ക്വസ്റ്റ്യൻ. N ലിമിറ്റഡ് issued 1,000 12% debentures of 100 each. 1,000 12% debentures of 100 each at a discount of 10%. At a discount of 10%. Company redeems 20,000 debentures every year. Company redeems rupees 20,000 debentures every year for the next 5 years. Company redeems rupees 20,000 debentures every year for the next 5 years.
Prepare journal entries under fluctuating method. 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 ടോട്ടൽ എമൗണ്ട് ആണ് യെസ്. 1000 × 100. ആ അതെ.
10,000. ആ നിങ്ങൾക്ക് തന്ന പ്രോബ്ലം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 1000 ആണ്. 1000 ഇൻറ്റു 1,00,000 ഡിവൈഡഡ് ബൈ 3,00,000. 1000 10,000 എത്രയാണ്? 1000 1,00,000ന്റെ 10%. 10,000 അല്ലേ? ഇത് ഞാൻ എക്സാമ്പിൾ എടുത്തിട്ടതാണ്. 10,000 ഡിസ്കൗണ്ട്. ഇതോ സോ കമ്പനി ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഡിബഞ്ചേഴ്സ്. എത്ര? 10,000. 1000 ഡിബഞ്ചേഴ്സ് അറ്റ് 100 ഈച്ച് 12%. ഇത് എത്ര ഡിസ്കൗണ്ട്? 10% ഡിസ്കൗണ്ടിൽ. സോ 100 രൂപയുടെ ഷെയർ 90 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ജേണൽ എൻട്രി, ബാങ്ക് കൂടി പൈസ മേടിക്കണു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ഓർ അലോട്ട്മെന്റ് അക്കൗണ്ട് 1000 ഇൻറ്റു 90 90,000. രണ്ടാമത്തെ എൻട്രി ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. സോ ഇതിൽ വരിക ഇതേ 90,000, ഡിസ്കൗണ്ട് 10,000, അതായത് 1000 ഇൻറ്റു 10 1,00,000. മൂന്നാമത്തെ എൻട്രി വരുന്നത് P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്നാണ്. ബട്ട് ഇതിന്റെ തുക മനസ്സിലാക്കാൻ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലേക്ക് പോകണം. എന്താ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്? നമുക്ക് 5 വർഷത്തിലാണ് ഇത് കൊടുത്തു തീർക്കുന്നത്. ആദ്യത്തെ വർഷത്തിന്റെ ബാലൻസ് ഈസ് 1 lakh ഇറ്റ് സെൽഫ്, അതായത് 1,00,000 രൂപയുടെ ഡിബഞ്ചർ ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല. രണ്ടാമത്തെ വർഷം ആവുമ്പോൾ 80,000 തിരിച്ചു കൊടുത്തു, 1,00,000 20,000 തിരിച്ചു കൊടുത്തു, 80,000 ബാക്കി. പിന്നെ 20,000 തിരിച്ചു കൊടുത്തു, 60,000 ബാക്കി. 40,000 തിരിച്ചു കൊടുത്തു, 20,000 തിരിച്ചു കൊടുത്തു, 40,000 ബാക്കി. ലാസ്റ്റില് 20,000 ബാക്കി. ഓക്കെ, ഇങ്ങനെ. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 240 283 lakh. നമ്മൾക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് 10,000 ആണ്. സോ ആദ്യത്തെ വർഷത്തെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് 10,000 ഇൻറ്റു 1 lakh ഡിവൈഡഡ് ബൈ 3 lakh. രണ്ടാമത്തെ വർഷം 10,000 ഇൻറ്റു 0.8, അതായത് 80,000 ഡിവൈഡഡ് ബൈ 3 lakh. മൂന്നാമത്തെ വർഷം ഇറ്റ് ഈസ് 10,000 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 3 lakh. നാലാമത്തെ വർഷം ഇറ്റ് ഈസ് 10,000 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 3 lakh. അഞ്ചാമത്തെ വർഷം 10,000 ഡിവൈഡഡ് ബൈ ഇൻറ്റു 0.2 ഡിവൈഡഡ് ബൈ 3 lakh. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. ആ ഡിബഞ്ചർ ഇൻട്രസ്റ്റുകളാണ് ഇവിടെ 5 എൻട്രികളായിട്ട് ഇട്ടിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്.